ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വത്യേ നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൊല്ലവർഷം 1201 മേടമാസം വന്നെത്തുകയാണ്. ഈ മേടമാസത്തിൽ മേടപ്പൊന്നണിയും നക്ഷത്രക്കാർ, അതായത് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഈ മേടമാസം അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്ന നല്ല ദൈവാധീനമുള്ള കുറച്ച് കൂറുകാർ, ആ കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. എല്ലാ നക്ഷത്രക്കാർക്കും ദൈവാധീനമുണ്ടെങ്കിലും കുറച്ചുകൂടി കൂടുതൽ അനുഗ്രഹസ്ഥാനത്ത് ദൈവാധീനമുള്ളതും അതുപോലെ ഭാഗ്യപരമായി നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നതുമായ ഈ മേടമാസത്തിലെ താരങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 മേടമാസം. മേടമാസത്തില് ഞാൻ കബഡി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ 5 കൂറിൽ വരുന്ന നക്ഷത്രക്കാർ, 5 കൂറുകാർ, ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർ, ഇവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉള്ളതും മേടമാസം കൂടുതൽ അനുകൂലമായി വരുന്നതുമാണ്. ഈ 5 കൂറുകാർ ആരൊക്കെയാണ്? ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് അവർക്ക് ഈ മേടമാസം കൂടുതൽ അനുകൂലമാകുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇടവ കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈരം പകുതി, ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ മേടമാസത്തില് ഒഫീഷ്യലി ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയം, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്റ്റുഡൻസിനാണേലും വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയം, ധനധാന്യാദി ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയം, അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് ഈ ഒരു മാസം, മേടമാസം കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുൻപോട്ട് നയിക്കാൻ, മുൻപോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സമയമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള സമയമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയം, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ ചെയ്ത് തീർക്കാൻ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനവും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും ബിസിനസ് എക്സ്പാൻഷനും നല്ല സമയമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഈ ഒരു മേടമാസം ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് 1201 മേടമാസം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ മേടമാസം വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണ് കാണിക്കുന്നത്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം നക്ഷത്രം, പൂരം നക്ഷത്രം, അതുപോലെ തന്നെ ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല മെച്ചപ്പെട്ട ഒരു സമയമാകും. ബ്ലോക്ക് ആയി കിടക്കുന്ന ഫണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയി കിട്ടാനുള്ള ദൈവാധീനം ഉള്ള നല്ല സമയം. അതുപോലെ വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാകും. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, നഷ്ടപ്പെട്ടു പോയ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസവുമാകും ഈ മേടമാസം. വിഷുവിന് ശേഷം വളരെ നല്ല സമയമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ്
ഒഫീഷ്യലി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ജോലി അന്വേഷിക്കുന്നവർക്കും വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ല സമയം. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സമയമാകും. അതുപോലെ ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള കലഹങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബ സാഹചര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. ധനലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ വസ്ത്രാഭരണാദി ലാഭം പ്രതീക്ഷിക്കാവുന്ന നല്ല ഒരു സമയമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയം ആകും. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു മേടമാസം വളരെ ദൈവാധീനമുള്ള അനുകൂല സ്ഥാനമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അപ്പൊ 2 കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കൂടെ ഉണ്ട്. അവരെ നമുക്ക് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ വിശാഖം കാൽഭാഗം, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ വരുന്ന മേടമാസം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാകും. ഒഫീഷ്യലി അങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ആ ഒരു കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതുമായിട്ടുള്ള നല്ല സമയമാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് ഈ ഒരു മേടമാസം കാണിക്കുന്നത്. നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയം. ആരോഗ്യ സംബന്ധമായി ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ മേടമാസം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ ധനധാന്യാദി ഭാഗ്യം അങ്ങനെയുള്ള ലാഭം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള ദൈവാധീനം, അതിനുള്ള ഭാഗ്യം കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ നല്ല സമയമാണ്. വീടിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ല സമയമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ മേടമാസം വളരെ അനുഗ്രഹ സ്ഥാനത്ത് തന്നെയാണ്. ശനി സംബന്ധമായിട്ടുള്ള അനുഗ്രഹം പ്രതീക്ഷിക്കാവുന്ന വളരെ നല്ല സമയം. ശനി മന്ത്രം ദിവസവും ജപിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ സ്വാമി മന്ത്രം, ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കും. അതുപോലെ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതാണ്. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന വളരെ നല്ല സമയം. ധനലാഭം ഉണ്ടാകുന്ന സമയം. ഭാഗ്യം അനുഗ്രഹിച്ചു നിൽക്കുന്ന, ഭാഗ്യസ്ഥാനം നല്ല രീതിയിൽ നിൽക്കുന്ന സമയമാണ്. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യമുള്ള വളരെ ദൈവാധീനമുള്ള സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു നല്ല ഒരു ഭാഗ്യം കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്ഷേത്ര ദർശനം നടത്താനുള്ള ഭാഗ്യവും ഈ മാസം, ഈ മേടമാസത്തിൽ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ പഴയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും കാണിക്കുന്നുണ്ട്. അതുപോലെ കുടുംബ സംബന്ധമായിട്ടുള്ള ഒത്തുചേരൽ അങ്ങനെയുള്ള കാര്യങ്ങളും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ല സമയമാകും ഈ മേടമാസം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വളരെ നല്ല ദൈവാധീനമുള്ള സമയമാണ്. വിഷ്ണു സഹസ്രനാമം ജപിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇവർക്കും ഈ ഒരു മേടമാസം വളരെ ദൈവാധീനമുള്ള സമയമാണ്. പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം, നരസിംഹസ്വാമിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന വളരെ നല്ല സമയമാകും. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക്
ശത്രു തടസ്സം പൂർണ്ണമായും മാറി നിൽക്കുന്നതാണ്. മഹാവിഷ്ണുവിനെ സ്ഥിരം പ്രാർത്ഥിക്കുക, അതുപോലെ നരസിംഹ മന്ത്രം ജപിക്കുക, ഹനുമാൻ ചാലീസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ജോലി സംബന്ധമായി വളരെ അനുകൂല സ്ഥാനമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാകും ഈ മേടമാസം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല സമയം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭദ്രമായിട്ട് ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് മേടമാസത്തെ സൂചിപ്പിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സ്ഥാനമാണ്. ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാവും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള സമയമാകും ഈ കൊല്ലവർഷം 1201 മേടമാസം, വിഷുവിന് ശേഷം. അപ്പൊ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പാൽപായസ വഴിപാട് സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും വ്യാഴ സംബന്ധമായിട്ടുള്ള കടാക്ഷവും നിങ്ങൾക്ക് ആർജിച്ചെടുക്കാനും സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ല ഒരു മാസമാകും ഈ മേടമാസം. ശനി മന്ത്രം ദിവസവും ജപിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ശനി മന്ത്രവും ദിവസവും ജപിച്ചു പോകേണ്ടതാണ്. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന നല്ല സമയം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാവുന്ന നല്ല ഒരു മാസമാകും ഈ മേടമാസം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയം. സരസ്വതി മന്ത്രം കൂടി ജപിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ഇത്രയും 5 കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ മേടമാസം മേടപ്പൊന്നണിയും എന്ന് ഞാൻ പറഞ്ഞത്. വളരെ നല്ല ദൈവാധീനമുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക്, കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ല ഒരു മാസം നേർന്നുകൊണ്ട്, അതുപോലെ വിഷു ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.